ഭർത്തൃമതികളായവരൊന്ന് ശ്രദ്ധിക്കുക. ഭർത്താവും കുട്ടികളുമൊക്കെ നിലവിലുണ്ടായിരിക്കെ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ, താലി കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും തന്നെ ഇനി കോടതിയിൽ വിലപ്പോകില്ല. നിങ്ങൾ വിവാഹിതയാണെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തുവെന്ന കുറ്റം പ്രതിക്കെതിരെ നിലനിൽക്കില്ല എന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് പരാതിക്കാരി ഭർത്തൃമതിയാണെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കുറ്റം നിലനിൽക്കില്ല എന്ന് ഇപ്പോൾ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത്തരം കേസിൽ വിവാഹ വാഗ്ദാനം തന്നെ അസാധ്യമെന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് വിവാഹിതയായ പരാതിക്കാരി പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. വിവാഹ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നായിരുന്നു പരാതിക്കാരി ആരോപിച്ചത്. എന്നാൽ ഒരു സ്ത്രീ വിവാഹമോചനം നേടാതെ വിവാഹ വാഗ്ദാനത്തിന്റെ പേരിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സാഹചര്യം വ്യത്യസ്തമാക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ വിവാഹ വാഗ്ദാനം തന്നെ അസാധ്യമെന്ന ആരോപണമാണ് അടിസ്ഥാനരഹിതമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. പരാതിക്കാരിയുമായി ഒന്നിലധികം തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും 9,30,000 രൂപ വാങ്ങിയെന്നുമാണ് കേസ്. പ്രതിക്കെതിരെ അനധികൃതമായി തടങ്കലിൽ വെക്കൽ, ഒരേ സ്ത്രീയെ ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യൽ എന്നീ വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസെടുത്തത്. പരാതിക്കാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും പിന്നീടാണ് അവർ വിവാഹിതയാണെന്നും 2 കുട്ടികളുടെ മാതാവാണെന്നും അറിഞ്ഞതെന്നുമായിരുന്നു എതിർകക്ഷി വാദമുയർത്തിയത്. ഇതിന് പിന്നാലെയാണ് വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറിയതെന്നായിരുന്നു ഇയാൾ ആരോപിച്ചത്. പരാതിക്കാരിയെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിച്ചുവെന്നും പിന്നീടാണ് അവർ വിവാഹിതയാണെന്നും 2 കുട്ടികളുടെ മാതാവാണെന്ന് അറിഞ്ഞതെന്നുമാണ് എതിർകക്ഷി വാദിച്ചത്. ഇതിനുശേഷമാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നും ഇയാൾ ആരോപിച്ചു. തുടർന്നാണ് കോടതിയുടെ നിരീക്ഷണമുണ്ടായത്. അതേസമയം വിവാഹ ജീവിതത്തിലെ പരാജയം ജീവിതത്തിന്റെ അവസാനമല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ്. നവദമ്പതികൾക്ക് വിവാഹമോചനം നൽകിക്കൊണ്ട് മറ്റൊരു കേസിൽ സംസാരിക്കുകയായിരുന്നു സുപ്രീം കോടതി. വിവാഹിതരെ 1 വർഷത്തിനുള്ളിൽ വേർപിരിഞ്ഞതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനിടെയാണ് ജസ്റ്റിസുമാർ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ പരാമർശം. ദമ്പതികൾക്ക് ആർട്ടിക്കിൾ 142 പ്രകാരമുള്ള പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് സുപ്രീം കോടതി വിവാഹമോചനം അനുവദിക്കുകയും കക്ഷികൾ തമ്മിലുള്ള എല്ലാ നിയമ നടപടികളും അവസാനിപ്പിക്കുകയും ചെയ്തു. കക്ഷികൾ ഇരുവരും ചെറുപ്പമാണെന്നും മുന്നോട്ട് നോക്കണമെന്നും വിവാഹം പരാജയപ്പെട്ടാൽ ഇരുവരുടെയും ജീവിതം അവസാനിക്കുന്നില്ലെന്നും ഭാവിയിൽ പുതിയ ജീവിതം ആരംഭിക്കണമെന്നുമായിരുന്നു സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും വിവിധ കോടതികളിലായി ക്രിമിനലായും സിവിലായും കുടുംബങ്ങൾ ഫയൽ ചെയ്ത കേസുകളും കോടതി പരിഗണിച്ചു. ഭർത്താവിനെതിരെയും ഭർത്തൃ വീട്ടുകാർക്കെതിരെയും യുവതി നൽകിയ പീഡന പരാതിയും കോടതി പരിഗണിച്ചു. വിവാഹമോചനം ലഭിക്കുന്നതിലൂടെ നിയമപരമായ തർക്കങ്ങളുടെ ഭാരമില്ലാതെ ഇരു കക്ഷികൾക്കും മുന്നോട്ടു പോകാൻ കഴിയുമെന്നും കക്ഷികൾ സമാധാനപരമായി ജീവിക്കാനും ജീവിതത്തിൽ കൂടുതൽ മുന്നോട്ടു പോകണം എന്നുമായിരുന്നു കോടതി അഭ്യർത്ഥിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.